ഭർത്താവും വീടും പദവിയും നഷ്ടപ്പെട്ടിട്ടും ഈ വിധവ ക്രിസ്തുവിനെ തള്ളിപ്പറയാൻ വിസമ്മതിക്കുന്നു. ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നും രക്ഷയുടെ ഭാഗത്തേക്ക് കടന്നുവന്ന പോണ്ട് പറയുന്നു, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ കർത്താവ് എന്നെ പരിപാലിക്കുന്നതിനാൽ ഞാൻ സന്തുഷ്ടിയാണ്. ക്രിസ്തുവിനെ അനുഗമിക്കാൻ തീരുമാനിക്കുന്നതിനു മുമ്പ് ഒരു കാലത്ത് ഉയർന്ന ജാതി ബ്രാഹ്മണ പൗരോഹിത്യത്തിന്റെ ഭാഗമായിരുന്നു പോണ്ട. 2008 ഗന്ധമാൽ കലാപത്തിനിടെ അവരുടെ ഭർത്താവ് പാസ്റ്റർ ദിബിയെ ഹിന്ദു തീവ്രവാദികൾ വെട്ടിക്കൊന്നു. ഏകദേശം 100 ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു. 320 പള്ളികൾ നശിപ്പിക്കപ്പെട്ടു. 56,000 വിശ്വാസികൾ ഭവനരഹിതരായി. കൊലപാതകം റിപ്പോർട്ട് ചെയ്തതിനാൽ കൊലയാളികൾ പോണ്ടയുടെ ജീവന് ഭീഷണി മുഴക്കി. വിശ്വാസം ഉപേക്ഷിച്ചാൽ പിന്തുണ വാഗ്ദാനം ചെയ്ത് ഹിന്ദുമതത്തിലേക്ക് മടങ്ങാൻ സ്വന്തം കുടുംബം അവളെ സമ്മർദ്ദത്തിലാക്കി. എന്നാൽ താൻ ഒരു ക്രിസ്ത്യാനിയായി തന്നെ തുടരും എന്നായിരുന്നു പോണ്ടയുടെ പ്രതികരണം. ഹിന്ദു തീവ്രവാദികളുടെ ഭീഷണികൾ തുടരുന്ന സമയത്തു ഒരു അഭയാർത്ഥി ക്യാമ്പിൽ പോണ്ട സുരക്ഷ തേടി. ഒടുവിൽ ഭർത്താവിന്റെ കൊലപാതക സ്ഥലത്തേക്ക് അവൾ മടങ്ങി. ആ സ്ഥലം എനിക്കൊരു ഭയാനകമായ ഓർമ്മയാണെങ്കിലും എനിക്ക് ഭയമില്ല. എന്റെ ഭർത്താവിന്റെ രക്തസാക്ഷിത്വത്തിനു ശേഷം നിരവധി ഹിന്ദു കുടുംബങ്ങൾ അവിടെ ക്രിസ്ത്യാനികളായി. പോണ്ട് പറയുന്നു, ഇന്ന് കുടിയിറക്കപ്പെട്ട ക്രിസ്ത്യാനികൾ താമസിക്കുന്ന ഒരു വിജനമായ വാസസ്ഥലത്താണ് അവൾ താമസിക്കുന്നത്. ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത് അവൾ ഏകാന്തതയിൽ ദിവസങ്ങൾ ചെലവഴിക്കുന്നു. പക്ഷേ സന്തോഷവതിയായി തുടരുന്നു. എന്റെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാനും നന്ദി പറയാനും എനിക്കിപ്പോൾ ധാരാളം സമയമുണ്ട്, പോണ്ട് കൂട്ടിച്ചേർത്തു.